നോക്കട്ടെ. തവാങ് മൊണാസ്ട്രിയിൽ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പോയത് അടുത്തുള്ള ബുദ്ധ പാർക്കിലേക്കാണ്. ഇങ്ങോട്ട് വരാൻ ഞങ്ങളൊരു 4 തവണയെങ്കിലും ചുറ്റിക്കാണും. കാരണം ഗൂഗിൾ മാപ്പ് നോക്കി വന്നിറങ്ങുന്നതെല്ലാം വൺ വേയിലാണ്. അവസാനം ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ ഒരു പ്രയർ ഹാളുണ്ട്. ചുവരിലെല്ലാം ബുദ്ധന്റെ ജീവിതകഥകളാണ്. 12 മണിക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് തവാങ്ങിന്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുദ്ധന്റെ സ്റ്റാച്യു ഉള്ളത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് തവാങ്ങിലെ ഫേമസ് ആയിട്ടുള്ള ചക്സം ബ്രിഡ്ജിലേക്കാണ്. തവാങ്ങിന്റെ പ്രധാന ടൗണിൽ നിന്ന് മാറി ഏകദേശം 10 കിലോമീറ്റർ അകത്തോട്ടാണിത്. 10 കിലോമീറ്ററേ ഉള്ളൂവെങ്കിലും ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. വഴി കുറച്ച് മോശമാണ്. ഇവിടേക്ക് ടൂറിസ്റ്റ് എത്തണമെന്നുണ്ടെങ്കിൽ 1500-2000 രൂപ കൊടുത്ത് ക്യാബ് ബുക്ക് ചെയ്ത് വേണം വരാൻ. നമ്മൾ 2 വീലറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ എത്തിച്ചേരാം. 2 വീലറിൽ വരുന്നതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഈ കാഴ്ച വർത്താണ്. തവാങ് ചു നദിയാണ് ഇതിനടിയിലൂടെ ഒഴുകുന്നത്. പാലത്തിന്റെ അവശേഷിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് ഇവർ ഇതിനടിയിൽ ഒരു ഗ്രില്ലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും പാലം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബി ഹാപ്പി കഫേയിലേക്കാണ്. അവിടുന്ന് മോമോസ് ഒക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് രാത്രി ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചു. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഞങ്ങൾ അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങി. ഞങ്ങൾ ഇന്ന് പോണത് ബുംലയിലേക്കാണ്. എന്നത്തെയും പോലെ ഡൊമിനാറിലല്ല യാത്ര, ദാ ഈ കാണുന്ന ക്യാബിലാണ്. ഞങ്ങൾ ദിറാങ്ങിൽ വെച്ച് 2 മലയാളീസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഹോം സ്റ്റേയിലാണ് ഉള്ളത്. അവർ ഇന്നലെ ചക്സം ബ്രിഡ്ജിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പമാണ് ഈ യാത്ര. അവരെ ഇന്നലെ കണ്ടപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ബുംലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ പെർമിറ്റ് ആവശ്യമാണ് എന്നുള്ളത്. ഇനി ഞങ്ങൾക്ക് അത് എടുക്കാനായിട്ടുള്ള ടൈമില്ല. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ ഞങ്ങളിവിടെ നിൽക്കണം. ദാ ഈ കാണുന്നത് അരുണാചലിലെ ഫേമസ് ആയിട്ടുള്ള പാങ്കാങ് തെങ്സോ ലേക്കാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോണതിന് മുമ്പ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിക്കണം. ഞങ്ങൾ ബുംലയുടെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരാണ് ക്യാബിൻ്റെ കാര്യം പറഞ്ഞത്. ഞങ്ങളുടെ ഇന്നർ ലൈൻ പെർമിറ്റും ആധാറും ഒക്കെ അയച്ചു കൊടുത്തപ്പം അവരുടെ സ്റ്റേയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് പെർമിറ്റ് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ടാക്സി ഫെയർ ഷെയർ ചെയ്ത് ഞങ്ങൾ അവരുടെ കൂടെ യാത്ര തിരിച്ചു. കാഴ്ചകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം മഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ടെക്സ്റ്റുകളിലൊക്കെ വായിക്കുന്നത് പോലെ ഹിമാവൃതമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് പോലെയാണ്. 4 ചുറ്റും മഞ്ഞാണ്. അവിടെ ആർമിയുടെ ബേസ് ക്യാമ്പുകളുണ്ട്. പുറത്ത് നല്ല തണുപ്പാണ്. ഹിമാലയാസ് നമ്മുടെ തൊട്ടടുത്താണ്. കാറിൻ്റെ സൈഡ് വിൻഡോ തുറന്നപ്പം തന്നെ നല്ല തണുപ്പ് അകത്തേക്ക് വരാൻ തുടങ്ങി. എന്തോ കാറിൽ നമുക്കിങ്ങനെ പോണതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ബൈക്കിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ബുംലയിലെത്തി. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.